അടുത്തതായി ഡേറ്റഡ് ഇഫ് എന്ന ഫംഗ്ഷനെ കുറിച്ചാണ്. ഡേറ്റഡ് ഇഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് രണ്ട് ഡേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഞങ്ങളിവിടെ ജോയിൻ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജോയിൻ്റ് ആയ ഡേറ്റ് മുതൽ ഇന്ന് വരെ അല്ലെങ്കിൽ ഈ എൻ്റെ ഡേറ്റ് വരെ എത്ര ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര മാസങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര ഇയർ അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി ഉള്ള ഒരു ഫംഗ്ഷനാണ് ഇത്. നമുക്കിവിടെ ഈക്വൽ സൈൻ കൊടുത്ത ശേഷം ഡേറ്റഡ് ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ഓപ്പൺ പാരന്തസിസ് എൻ്റർ ചെയ്തിട്ട് ആ ജോയിൻ്റ് ഡേറ്റിൻ്റെ ആ സെല്ല് നെയിം ഇവിടെ കൊടുക്കാതെ B2 ആണ്, കോമ അല്ലെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. എൻഡ് ഡേറ്റിൻ്റെ സെൽ നെയിം ഇവിടെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ കോമ ഇട്ടിട്ട് ഒരു ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ D എന്ന് കൊടുക്കുക. D എന്ന് പറയുന്നത് എത്ര ഡേയ്സ് ആണോ വേണ്ടതെങ്കിൽ D എന്ന് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് പാരന്തസിസ് ചെയ്യുക. എന്നിട്ട് ക്ലോസ് ചെയ്താൽ നമുക്കറിയാം 365 ദിവസം. ഇത് 1/1/2018 മുതൽ 1/1/2019 വരെ 365 ദിവസമുണ്ട് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് വളരെ ഈസിയായി നമുക്ക് സാധാരണയിൽ ഒരു വ്യക്തിൻ്റെ ആണെങ്കിൽ നമുക്ക് സാധാരണ കാൽക്കുലേറ്ററിൽ തന്നെ ഇതിനുള്ള ഫംഗ്ഷൻ ഉണ്ട്. നമുക്കറിയാം കാൽക്കുലേറ്ററിൽ ഡേറ്റ് കാൽക്കുലേറ്റർ എന്ന ഫംഗ്ഷനിൽ നമുക്കറിയാം ഒന്ന് ഇവിടെ കൊടുത്ത് 1 ജനുവരി 1 മുതൽ 1 ഇയർ അഥവാ 365 ദിവസം ഇങ്ങനെ കാണുന്ന ഫംഗ്ഷൻ നമ്മളെ സാധാരണ കമ്പ്യൂട്ടറിൻ്റെ കാൽക്കുലേറ്ററിൽ തന്നെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൂടുതൽ ആളുകൾ കാണണമെങ്കിൽ നമ്മൾ എക്സൽ ഷീറ്റിൽ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഇത്തരം ഫങ്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അഥവാ ഈ ഡേക്ക് പകരം ഇവിടെ മന്ത് ആണെങ്കിൽ M എന്നുള്ളതിൽ മന്ത് നമുക്ക് എത്ര മന്ത്സ് എന്ന് കാണാം. അതുപോലെ തന്നെ ഇയർ Y എന്ന് കൊടുക്കുകയാണെങ്കിൽ എത്ര ഇയേഴ്സ് എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും. ഇതിന് പകരം നമുക്ക് ഇവിടെ ഈ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോളം കൊടുത്തിട്ട് ഇവിടെ എത്ര ആ യൂണിറ്റിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ D എന്നുള്ളത് എൻ്റർ ചെയ്തതിന് ശേഷം ഈ നമുക്കുള്ള മൂന്നാമത്തെ ഈ ഫംഗ്ഷനിൽ മൂന്നാമത്തെ ഭാഗം നമ്മൾക്ക് ഒഴിവാക്കി, യൂണിറ്റ് എന്നുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് അതിന് പകരം ഇവിടെ ഈ സെൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ സെല്ലിൽ ഇവിടെ മാറ്റിയാൽ മതി. M എന്ന് പറഞ്ഞാൽ മന്ത് ഇവിടെ കിട്ടും, എത്ര മന്ത് എന്നുള്ള. അതുപോലെ തന്നെ ഇയർ എത്രയാണെന്ന് ഇവിടെ മാറ്റിയാൽ ലഭിക്കുന്നതാണ്. അപ്പം ഫംഗ്ഷനിൽ തന്നെ നമുക്ക് എൻ്റർ ചെയ്യണമെന്നില്ല. അടുത്തതായി ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ച് ഇവിടെ നമ്മൾ എൻഡ് ഡേറ്റ് എന്നതിന് 1/1/2019 എന്ന ഒരു സ്റ്റാറ്റിക് ഡേറ്റ് കൊടുത്തു. എന്നാൽ ഇന്നത്തെ ഡേറ്റ് ഇപ്പോൾ ജോയിൻ ചെയ്തത് മുതൽ ഇന്നത്തെ ഡേറ്റ് വരെ ഉള്ള ദിവസത്തിൻ്റെ ഡിഫറൻ്റ് ആണ് കാണേണ്ടതെങ്കിൽ നമ്മളിവിടെ ഇന്നത്തെ ഡേറ്റിന് വേണ്ടിയുള്ള ഫംഗ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കണം. അഥവാ ഈക്വൽ സൈൻ കൊടുത്തതിന് ശേഷം ടുഡേ എന്ന ഫംഗ്ഷനാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ 1/1/2018 മുതൽ ഇന്നത്തെ ഡേറ്റ് വരെ ഉള്ള ഡേറ്റിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ മന്തിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ ഇയറിൻ്റെ ഡിഫറൻസ് ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തുടർന്നും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.